ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു യൂട്യൂബേഴ്സ് മീറ്റപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മീറ്റപ്പിൻ്റെ വീഡിയോയുടെ മുന്നേ ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് കൂട്ടായിക്കടവ്, തിരൂര് കൂട്ടായിക്കടവാണ് കേട്ടോ. അവിടുത്തെ ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത്. അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം നമ്മളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിതേ വന്ന് കയറുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു മുറ്റാണ് അവിടെ. അതിനുശേഷം ഇതാ ഒരു ചെറിയ സ്റ്റേജോട് കൂടിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ സ്റ്റാർട്ടിങ്. ഉള്ളിലേക്ക് കടന്നോട് കൂടിയിട്ട് ഇതാ ഒരു ബെഡ്റൂം ഉണ്ട്. നല്ല സ്പേസൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ബെഡ്റൂം തന്നെയാണിത്. പിന്നെ ഇതാ അവിടുന്ന് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാളിൽ തന്നെ നല്ലൊരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടേബിളും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെ തന്നെ ഹാളിൽ ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ. പിന്നെ സെക്കൻഡ് റൂം ഇതാണ്. ഇതും അത്യാവശ്യം നല്ല വലിയൊരു റൂം തന്നെയാണ്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള കബോർഡും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ AC ഒക്കെ ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇതിലും ഒരു അലമാറുണ്ട്, AC ഉണ്ട്, ബാത്റൂമും ഉണ്ട്. അത്രയും നല്ല റൂമാണ് മൂന്നാമത്തെ റൂം. പിന്നെ അത് നേരെ ഉള്ളത് ഒരു കിച്ചണാണ്. കിച്ചണിൽ ഫ്രിഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് ഉണ്ട്. നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. വെള്ളമുണ്ട്, എല്ലാതും ഉണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. ഈ പൂളിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പുറകുവശത്ത് കൂടി ചെന്നാലാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗം കാണുക കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ചെന്ന ഉടനെ തന്നെ ഒരു പൈപ്പ് ഉണ്ട്, അവിടെ എഴുതിയിട്ടിട്ടുണ്ട് കാലൊക്കെ കഴുകിയിട്ട് വേണം പൂളിലേക്ക് ഇറങ്ങാനെന്ന്. അത്യാവശ്യം നല്ല വലിയ ഒരു പൂൾ തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ അടിപൊളിയായി കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പൂൾ തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് ബാത്റൂമും ഉണ്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. അവിടുന്ന് ഇത്രയും വലിയ പറമ്പിൽ നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ അടിപൊളിയായി എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പേസും കൂടിയിട്ടാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മക്കളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു നഷ്ടമാവില്ല, അടിപൊളി തന്നെയാണ്. പിന്നെ പാർക്കിംഗ് സൗകര്യം പറയണ്ട, അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്. പിന്നെ ഒരു ഓപ്പൺ സ്റ്റേജും കൂടി അവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെ കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ഫോട്ടോസ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. നമ്മൾ പരിപാടി ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലത്ത് തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞതായിരുന്നു. കുറച്ച് ആളുകൾ കൂടി വന്നതിൻ്റെ ശേഷമാണ് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കോപ്പിറൈറ്റ് കിട്ടുന്ന കാരണം കേട്ടോ ഞാനിങ്ങനെ പാട്ടൊന്നും അധികം ഇതിലിടാത്തത്. പിന്നെ ഈ റിസോർട്ടിൽ നമുക്ക് ബർത്ത്ഡേ പാർട്ടി, കല്യാണ പാർട്ടി, അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ്, ബ്രൈഡ് ടു ബി, അങ്ങനത്തെ എല്ലാ പ്രോഗ്രാംസും നടത്താൻ പറ്റുന്നതാണ് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നമുക്കവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചിരുന്നത് കേട്ടോ. പിന്നെ നമ്മളെ ഷാനുവാണ് കേട്ടോ, നമ്മൾ സിംഗറായ ഷാനുവാണ് നമുക്ക് ഫുഡൊക്കെ അവിടെ സെർവ് ചെയ്ത് തരുന്നത്. ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂർ, വയനാട്, അതുപോലുള്ള ദൂരെ സ്ഥലത്തു നിന്നുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ തല്ലുമാല എന്നുള്ള ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റപ്പായിരുന്നു കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ വീണ്ടും പ്രോഗ്രാംസുകൾ തുടങ്ങി. എല്ലാവരുടെയും പരിചയപ്പെടുത്തി കൊടുക്കലേ. നമ്മളെ ഗ്രൂപ്പിൽ പുതിയതായിട്ട് കുറേ പേര് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവരിനൊക്കെ നമ്മളിങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്ത് പിന്നെ നമുക്ക് യൂട്യൂബിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വഴികൾ, നമ്മളെ വീഡിയോസിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, വീഡിയോസ് ഇടുന്നതിൻ്റെ ഒരുപാട് ടിപ്സുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ആസിസാണ് കേട്ടോ. അവർ കണ്ണൂരിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് സ്പെഷ്യലായിട്ട് കല്ലുമ്മക്കായൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്ന കല്ലുമ്മക്കായ അടിപൊളിയായിരുന്നു. എനിക്ക് എപ്പോൾ മീറ്റപ്പ് ഉണ്ട് വെച്ചെങ്കിലും കല്ലുമ്മക്കായ മസ്റ്റായിട്ട് എത്തിയിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ജാസി, അവൾ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുന്നതാട്ടോ. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ അവൾ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും മൊമെൻ്റോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്നെയും വിളിച്ചു. ഞാനും സംസാരിക്കാനൊക്കെ എനിക്ക് എന്തോ സ്റ്റേജുമ്പോൾ കയറി സംസാരിക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ പിന്നെ ഷാനു പറഞ്ഞേ സംസാരിച്ചേ പറ്റുള്ളൂ, എല്ലാവരും സംസാരിക്കണ പോലെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അധികമൊന്നും സംസാരിച്ചില്ല. ജസ്റ്റ് നമ്മളെ പുതിയതായിട്ട് വന്ന മെമ്പേഴ്സ്മാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടാ.
അപ്പോൾ നമ്മൾ അവിടെ താഴത്ത് നിന്നിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് മറുപടി കാര്യങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മളെ തല്ലുമാലയുടെ വകമായിട്ട് നല്ലൊരു മൊമെൻറ്റോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള മൊമെൻറ്റൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഈ ഒരു യൂട്യൂബിൽ വന്ന കാരണമല്ലേ ഇതുപോലുള്ള ഫ്രണ്ട്സുകൾ മൊമെൻറ്റോ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങൾ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്ന ആൾക്കാരില്ലായിരുന്നു. ഇപ്പോഴല്ലേ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രസമാട്ടോ. അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോകുന്നു കേട്ടോ. നേരത്തെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. അവിടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് ദൂരം കൂടുതലല്ലേ. അപ്പോൾ ഞങ്ങൾ പോന്നു. നമ്മൾ വരുമ്പോൾ കർമ്മ റോട്ടിൽ കൂടെ ആയിട്ടോ വന്നത്. ഒരു 3:30-4 മണി ടൈമൊക്കെ ആയ കാരണം അവിടെ തിരക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കടകളും അങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കർമ്മയിൽ നിർത്തി നമ്മളൊരു ജ്യൂസ് കഴിച്ചു. പിന്നെ നമുക്ക് കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് തന്നെ പോയിട്ടാ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.